ഹായ് ഗൈസ്, OSP ഡക്കൗട്ടിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ചലഞ്ച് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. കുറെ നാളായല്ലേ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1 vs 3 ആണ്. ഒരു ബോളർ 3 പേർക്ക് എതിരെ എറിയുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മോസ്റ്റ് റൺസ് എടുക്കുന്ന ആൾക്ക് ഒരു 500 രൂപ സമ്മാനം. ഇന്നിച്ചിട്ട് പ്രൈസ് മണി കൂടുതലാ. അതെന്തായാലും നമ്മൾ ആരാണ് എറിയുന്നുള്ള അല്ല ആരാണ് ബോൾ ചെയ്യുന്നുള്ളത് നമ്മൾ ലോട്ടിട്ടാണ് എടുക്കുന്നത്. അതെ അതിപ്പോ ആരെടുക്കണം? ഇത് ഞാൻ പറയുന്ന ഉല്ലാസിനോട് അടുപ്പിക്കാം. അപ്പൊ ഉല്ലാസ് വന്നിട്ട് ഉല്ലാസ് പ്ലീസ് കം പ്ലീസ് ഡു ദ അത് മാത്രം എടുത്തു നീ ഗൈസ്, ഇപ്രാവശ്യം നന്ദു ആണ് എറിയാൻ പോകുന്നത്. ഇനി മാറിക്കൊണ്ടിരിക്കും ആ ചലഞ്ച്, ഇങ്ങനെ മാറിക്കൊണ്ട് ഓരോരുത്തരായിട്ട് മാറിക്കൊണ്ടിരിക്കും. അത് ഇന്ന് തന്നെ വേണമെന്നില്ല, എന്തായാലും കൊള്ളാം. എന്നും ബാറ്റർക്ക് ഒരു ആഘോഷ രാവായിരിക്കും അല്ലേ? 3 ഓവർ എറിയാ നോക്കോ ഒറ്റ സ്ട്രെച്ചില്? സ്റ്റാമിന ഉണ്ടോ? 3 ഓവർ എറിയും. 3 അല്ല 4 പോകും. 4 ഓവർ പോകും. എങ്കിൽ എനിക്കൊരു 2 ഓവർ. അല്ല, നമുക്ക് ബാറ്റിംഗ് ഓർഡർ കൂടി നോക്കണ്ടേ, ആരൊക്കെ ഇറങ്ങും? ഓ, അപ്പോഴേ ഇതില് ഈ ലോട്ടിൽ തന്നെ നോക്കാം. ഫസ്റ്റ് ഇറങ്ങാൻ പോണ ആളിന്റെ ഇതാണ് സെക്കൻഡ് ഇറങ്ങാൻ പോണ ആള്. ഫസ്റ്റ് അവൻ എറിഞ്ഞ് കയറ്റും കേട്ടാ. അവസാനം എറിയണോ? സ്വന്തമായിട്ട് എടുത്താടാ, എല്ലാരും സ്വന്തമായിട്ട്. അവസാനമൊക്കെ ഇങ്ങനെ എനിക്ക് എറിയണത്. ഇല്ല, എനിക്ക് എന്റേത് ഫസ്റ്റ് എറിഞ്ഞ് കയറ്റി നോക്കാം. ഗൈസ്, അപ്പൊ ബോളർ ഉണ്ട്, ബാറ്റ്സ്മാൻ ഉണ്ട്, വിക്കറ്റ് കീപ്പർ ഉണ്ട്, പിന്നെ ഒരാൾ അമ്പയർ നിൽക്കും. അപ്പൊ അമ്പയർ ആണ് തീരുമാനിക്കുന്നത് എത്രയൊക്കെയാണ് റൺസ്, എവിടെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നമ്മൾ സ്ഥിരം കളിക്കുന്ന രീതി തന്നെ. ഫസ്റ്റ് ബാറ്റ്സ്മാൻ ഞാനാണ്. അപ്പോൾ അക്യൂസ് ഫസ്റ്റ് ബോൾ അറിയാൻ പോകണം. എന്താണ് നിന്റെ പ്ലാൻസ്? ദാസനായോണ്ട് ദാസൻ എപ്പോഴും ലെഗ് സ്റ്റമ്പിന്റെ പുറത്തായിരിക്കും, കുറച്ച് മാറിയാണ് നിൽക്കുന്നത്. ബോൾ വന്നാലും മൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മോസ്റ്റ്ലി ഞാൻ ദാസൻ അഗെയിൻസ്റ്റ് ആയിട്ട് യോക്കറായിരിക്കും ട്രൈ ചെയ്യാൻ നോക്കുന്നത്. ഫുൾ ടോസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒന്നെങ്കിൽ ഓഫ് സ്റ്റമ്പിന്റെ പുറത്തോട്ട് യോക്കർ മാക്സിമം അതായിരിക്കും, അല്ലെങ്കിൽ ലെഗിലോട്ട്. അപ്പോൾ എന്തായാലും സക്സസ് ആവുമെന്ന് തോന്നുന്നു. നോക്കാം. ഇത് അഖിൽദാസിനെതിരെ BR. ശാസ്ത്രവട്ടത്തെ ബ്രെറ്റ്ലി എന്നാണ് BR പണ്ട് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, BR ഫസ്റ്റ് ബോൾ അറിയാൻ പോവാണ്. റീബോളേ ഉള്ളൂ, റണ്ണില്ല. ഈ നോ ബോളും എക്സ്ട്രാ സീസണും നമ്മൾ ബാറ്റ്സ്മാൻ റൺ കൊടുക്കുന്നില്ല, എക്സ്ട്രാ ബോൾ എറിയുന്നേ ഉള്ളൂ. ഓ, ഫസ്റ്റ് ബോൾ 6 BRനെ. ഒരു ബോൾ 6. BR അകത്ത് യോർക്കർ എറിയാനുള്ള ശ്രമമാണെന്ന് തോന്നുന്നു. ഫുൾ ടോസ്. BR പ്രീമിയം ഫാസ്റ്റ് ബൗളർ. ഒരു ബോൾ ആയതേ ഉള്ളേ, 6 റണ്ണായി. BR എറൗണ്ട് വരികയാണ്. ഓ, മികച്ച തിരിച്ചു വരവ്. അത് ബോൾ 2 ബോൾ. മൈ ഗോഡ്, അത് സൂപ്പർ ബോൾ. ഇത് നല്ലൊരു യോർക്കർ ആയിരുന്നു. ഔട്ടായി കഴിഞ്ഞാൽ 2 റൺസ് മൈനസ് ആക്കും. അങ്ങനെ ഒരു നിയമം കൂടി ഉണ്ട്. ഓ, ബോളിംഗ്. BRന്റെ തിരിച്ചു വരവ്. ഓ, അതൊരു 2 റൺസ്. 4 ബോൾ 8 റൺസായി ഇപ്പം. അത് സിംഗിൾ. ദ ലാസ്റ്റ് ബോൾ 5 ബോൾ 9 റൺസ്. 6 അടിച്ച് 15 ആക്കുമെന്ന് നോക്കാം. ഓറാലോസ് അഖിൽദാസ്, ഓറാലോസ് 2 റൺസിൽ ലോസ്. അപ്പം 7 റൺ. ഗൈസ്, വിക്കറ്റിന് -2 ഉണ്ട്. അഖിൽദാസിന് 2 റൺസ് മൈനസ് ആയിരിക്കുകയാണ്. അടുത്തത് വിനു ആണ് ഇറങ്ങാൻ പോകുന്നത്. ദ BR ഫസ്റ്റ് ബോൾ എഗെയിൻസ്റ്റ് വിനു. നമുക്ക് നോക്കാം ആ ഒരു ബോൾ തന്നെ വീണ്ടും വരുമെന്ന്. അതൊരു 4. നല്ല ബോളായിരുന്നു, പക്ഷേ അത് ബൗണ്ടറി ടച്ച് ചെയ്തു. 4 റൺസ്. BR അത്യുഗ്രമായ ബൗളിംഗ് ആണെന്ന് കാഴ്ചവെക്കുന്നത്. 2 ബോൾ 4.
3 ബോൾ 5. കൊള്ളാം. ജസ്റ്റ് സിംഗിൾ. ഒരു ഔട്ടാക്കടാ. 3 ബോൾ 5 റൺസ്. റണ്ണിൽ ഒതുക്ക്. ഓ, കൈ കൊണ്ട് പിടിച്ച് ബോൾ. 4 ബോൾ 5. ഉയർന്ന് വൻ ബൗളിംഗ് ആണ്. 4 ബോൾ 5 റൺസ്. ലാസ്റ്റ് 2 ബോൾസ് ആൻഡ് ദാറ്റ്സ് എ വൈഡ്. വൈഡിന് റണ്ണില്ല. പോയി. നല്ല ബോളായിരുന്നു. നല്ല ബോളായിരുന്നു. ദാറ്റ്സ് എ 2. 7 റൺസ്. സ്കോർ സെയിം ആയി. അഖിൽദാസിന്റെ സെയിം സ്കോറായി. ഇനി വിക്കറ്റ് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് സമനിലയാവാം. ലാസ്റ്റ് ബോളാണ്. ലാസ്റ്റ് ബോൾ 1 റൺ എടുത്താൽ നിനക്ക് ജയിക്കാം. അവൻ വിക്കറ്റ് എടുത്ത് അഖിൽദാസിന് ജയിക്കാം. ഇറങ്ങിയിട്ടും ചിലപ്പോൾ കാലി തട്ടി പോകും. മേ ബി ഞാൻ ബോൾ ഡോട്ടാക്കാനേ പോകും. ഔട്ടാക്ക്. അഖിൽദാസ് ഔട്ടാക്കാൻ പറയുകയാണ് ബിഹാറിന്റെ അടുത്ത്. That's a 2. അപ്പോൾ ഗൈസ് വിനു എടുത്തിരിക്കുന്നത് 9 റൺസ് ആണ്. എന്നെ പൊട്ടിച്ചവൻ. ജയിക്ക 8 ആയിരുന്നു. അവൻ 9 റൺ എടുത്തു. അടുത്തത് ശ്രീകാന്താണ്, ലാസ്റ്റ് ബാറ്റ്സ്മാൻ. ശ്രീകാന്തിന് എന്താണ് നിന്റെ പ്ലാൻ? ശ്രീകാന്തിനെ നമുക്ക് പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പം വലിയ ഗ്രൗണ്ട് ആണെങ്കിൽ നമുക്ക് ശ്രീകാന്ത് എപ്പോഴും ഫ്ലാറ്റ് ആയിട്ട് അടിക്കുന്ന ടർഫ് അടിക്കുന്ന. അപ്പം ഇവ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് അവസാന നിമിഷം മാത്രമേ പ്ലാൻ എടുത്തുള്ളൂ. ഭയങ്കര പാടെന്നൊന്നും വിചാരിക്കണ്ട. ദാസനാണ് മറ്റേ പറഞ്ഞു കൊടുക്കണം. അവ ഇങ്ങനെ നിൽക്കാം, ഇത് ചെയ്യണം. അയ്യോ, -2. ഓ, ഫീൽഡിങ്. ബാറ്റ് താഴെ ഔട്ടല്ലല്ല, ഗ്രൗണ്ട്. അക്കൂസ് ബോളിംഗ് വെരി വെൽ. ഇതൊക്കെ അവൻ്റെ കരിയറിൽ തന്നെ ഫസ്റ്റ് ടൈമാണ്. അത് 4. 3 ബോൾ 2. 4 റൺസ് ഗൈസ്. ഇപ്പോഴെല്ലാം കൂടെ 2. ബോൾ 4 ബോൾ. ലാസ്റ്റ് 2 ബോൾ ഗൈസ്. ഇപ്പോൾ 4 ബോൾ 2 റൺസ്. 3 ഓവർ ഇങ്ങനെ അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. അയ്യോ, ബോൾ ഗൈസ്. ലാസ്റ്റ് ബോളാണ്. 5 ബോൾ 2. 5 ബോൾ 2 അത് വൈഡായിരുന്നു. സിക്സ് അടിച്ചാൽ എന്റെ അടുത്ത് എത്തൂല. ഞാൻ ജയിച്ചു. എത്തൂല. വിനുവിന് ചുമ്മാ അറിഞ്ഞു കൊടുത്താൽ മതി. താങ്ക് യു ഗൈസ്. ഞാൻ ജയിച്ചു. താങ്ക് യു. ഓ, അക്കൂസ് കൺസിസ്റ്റന്റ്ലി എറിയൽ. ശ്രീകാന്തിന് ഇത്തിരി ഒരു ക്ഷീണമായി. അതെ. 3ാമത്തെ ഓവർ ആകുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു അക്കൂസ് ടയർഡ് ആവുന്നു. പക്ഷെ അക്കൂസ് വളരെ നമ്മൾ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു. അക്കൂസ് ഗ്രേറ്റ് ബോളിംഗ്. അക്കൂസ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ സത്യത്തിൽ വിജയ് നന്ദു BR ആണ്. ജയിച്ചിട്ട് എന്റെ പേര് പറയാനും മടി. 3 ഓവർ കൺസിസ്റ്റന്റ് ആയിട്ട് എറിഞ്ഞു. അതിന്റെ ഒരു വിജയത്തിന്റെ അല്ലേ പാരിതോഷം. എന്താ ഒരു ബുദ്ധിമുട്ട്. പക്ഷേ വിന്നർ വിനു ആണ്. താങ്ക് യു. വിനു ആണ് കൂട്ടത്തിലെ കൊമ്പൻ. താങ്ക് യു. എന്താണ് ഈ വിജയത്തിനെ കുറിച്ച്? വിജയത്തിന്റെ ശില്പി നന്ദു BR ആണ്. നന്ദു BRന്റെ ആ 3ാമത്തെ ഓവർ ഇങ്ങനെ എറിയോന്ന് ഞാൻ വിചാരിച്ചില്ല. 2 ഓവറൊക്കെ ചിലപ്പോൾ എറിയുമായിരിക്കും. പക്ഷെ 3ാമത്തെ ഓവർ കൺസിസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ എറിയോന്ന് തളരുമെന്നാണ് വിചാരിച്ചു. പിന്നെ 3ാമത്തെ ഓവർ യോർക്കർ, ഈ വൈഡ് യോർക്കർ ഒക്കെ നന്നായിട്ട് എറിഞ്ഞു. വെരി അപ്രീഷിയേറ്റ്. ഇല്ല, ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു ലാസ്റ്റ് നിമിഷം മുതൽ ശ്രീകാന്ത് അറിയാനുള്ള സാധനം ഇത് ചെയ്യുള്ളൂ. പക്ഷേ വിനുവിനൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അറിഞ്ഞത്. അപ്പൊ ആ ഒരു പറഞ്ഞ പോലെ എറിയാനുള്ള കപ്പാസിറ്റി വളരെ ആശംസിക്കുന്നു. ഇതൊക്കെ കളികളിലും കാണിക്കണമെന്ന് കാണിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. പിച്ച് റിപ്പോർട്ട് അതല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ എന്ന് ഇവിടെ കാണണേ.
അപ്പൊ ഗൈസ് വിജയ്ക്ക് 500 രൂപ പ്രൈസ് മണി കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ ബോളർ തന്നെ കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ ഇന്നത്തെ വിന്നർ വിനു. നമുക്ക് ചായ കുടിക്കാൻ പോകാം. അതെ, ഇതിന്റെ പകുതി എനിക്കാണ്. നല്ല വിഷമം ഉണ്ടെങ്കിലും പിടിക്കാം. ഇതിന്റെ പകുതി കൂടെ അപ്പൊ ഗൈസ് ഇനി ഒരു ഡിഫറെന്റ് ബോളറുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.